അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യത്തീമുകൾ, എല്ലാരും യത്തീമുകൾ, യത്തീമുകൾ. അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യത്തീമുകൾ, യത്തീമുകൾ. ലാഭവൻ നവാസ് അന്തരിച്ചു എന്ന വാർത്ത കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത നമ്മളെ തേടിയെത്തുന്നത്. ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടൽ മുറിയിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി മടങ്ങാനിരിക്കുകയായിരുന്നു. അടുത്ത ഷെഡ്യൂൾ അടുത്ത 4-ാം തീയതിയാണ് ആരംഭിക്കാനിരുന്നത്. അദ്ദേഹം ചെക്കൗട്ടായി വരാത്തതിനെ തുടർന്ന് ഹോട്ടൽ മുറിയിലേക്ക് എത്തി പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കുഴഞ്ഞു വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ തൊട്ടടുത്ത് മീറ്ററിൽ മാത്രം അപ്പുറമുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ സിനിമ അസ്സലാമലൈക്കും. കലാഭവൻ നവാസ് മിമിക്രി രംഗത്തോട് കടന്നു വന്നിട്ട് എല്ലാ മലയാളികളുടെ എല്ലാം മനസ്സ് കീഴടക്കിയ ഒരു അതുല്യ കലാകാരൻ, ഒരു അതുല്യ പ്രതിഭ. അതാണ് കലാഭവൻ നവാസ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഇച്ചിരി പോലും വെറുപ്പിക്കാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. ശരിക്കും ഇന്നലെ രാത്രിയിൽ ആ ഒരു ന്യൂസ്, കലാഭവൻ നവാസ് മരണപ്പെട്ടു എന്നുള്ള ഒരു ന്യൂസ് കേട്ടപ്പോ ശരിക്കും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നേ ഇല്ല ഇത്രയ്ക്ക് ചുറുചുറുക്കുള്ള ഒരു മനുഷ്യൻ എത്ര പെട്ടെന്ന്, അതോ 52 വയസ്സ് 51 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, എത്ര പെട്ടെന്ന് നമ്മളിൽ നിന്ന് ഒക്കെ ഈ ഒരു കലാരംഗത്ത് നിന്ന് വിടവാങ്ങി പോവുക എന്നൊക്കെ കേട്ടപ്പോ ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു ഷോക്ക് തന്നെ ആയിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഷോക്ക് തന്നെ ആയിപ്പോയി. വീട് വഴി നിർത്തി സിഗരറ്റാണ്, ഇത്ര കുഴപ്പമില്ല. പാടോ വെള്ളോ എവിടെ? അദ്ദേഹം ചെക്കൗട്ടായി വരാത്തതിനെ തുടർന്ന് ഹോട്ടൽ മുറിയിലേക്ക് എത്തി പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കുഴഞ്ഞു വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ തൊട്ടടുത്ത് മീറ്ററിൽ മാത്രം അപ്പുറമുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ടവരെല്ലാം, പ്രത്യേകിച്ചും കലാഭവൻ നവാസ് നമുക്കറിയാം മിമിക്രിയിലൂടെ സിനിമാ രംഗത്ത് എത്തിയതാണ്. ഒട്ടേറെ സൗഹൃദങ്ങളുള്ള ആളാണ്. സ്റ്റേജ് ഷോകളിലും മിമിക്രി പരിപാടികളിലും റിയാലിറ്റി ഷോകളിലും സിനിമകളിലും ഒക്കെ അങ്ങനെ ഈ വിനോദ മേഖലയിലെ എല്ലാ ഇടങ്ങളിലും തൻ്റെതായ സാന്നിധ്യം കൃത്യമായി അറിയിച്ച് മുന്നോട്ട് പോയ ഒരു കലാകാരനാണ്. 51 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വളരെ ഞെട്ടിപ്പിക്കുന്ന നേരത്തെ നാദൃശ്യമൊക്കെ നമ്മളോട് വളരെ സങ്കടത്തോടെയാണ്, വളരെ വൈകാരികമായി തന്നെയാണ് സംസാരിച്ചവർക്ക് കൂടുതൽ സംസാരിക്കാൻ. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് ഈ കലാഭവൻ നവാസ് എന്ന് പറയുന്നത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രായമുള്ളവർക്കായാലും ഒക്കെ ഒരേപോലെ ചിരിക്കാൻ പറ്റിയ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ച നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു ഈ കലാഭവൻ നവാസ് എന്ന് പറയുന്നത്. മിമിക്രി അദ്ദേഹത്തെ കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു കലാഭവൻ മണി, കലാഭവൻ നവാസ്, അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാർ. അത് കലാഭവൻ മണി മരണപ്പെട്ടപ്പോഴും ഇതുപോലെ തന്നെയാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പോലും നമുക്ക് ആർക്കും കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഒരുപാട് ദുഃഖങ്ങളായിരുന്നു ഓരോ മലയാളികളുടെ മനസ്സിലും. ഇപ്പോഴും എല്ലാവർക്കും ഒരു ദുഃഖമായിട്ട് തന്നെ അത് നിലനിൽക്കുകയാണ്. കലാഭവൻ മണിയുടെ ആ ഒരു വിയോഗം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വിയോഗം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കലാഭവൻ നവാസിന്റെ കാര്യവും. ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതുള്ള ഒരു മരണം തന്നെയാണ് ഇദ്ദേഹത്തിനും സംഭവിച്ചിരിക്കുന്നത്. ജാടയായിരിക്കും. ഞാൻ അതൊക്കെ സമയം പോണ്ടേ. എന്നിട്ട് ഡ്രസ് വേഗം ചേഞ്ച് ചെയ്ത് ഒരു ലെഹങ്ക എടുത്തു, കാതില് കമ്മലിട്ടിട്ടില്ല, മാലിട്ടിട്ടില്ല, വളയിട്ടില്ല. ഓടണേന്റെ ഇടയ്ക്ക് കൽപ്പന ചേച്ചി വേഗം ചേച്ചിയുടെ കൈ കിടന്നിരുന്ന ഒരു 2 വള എടുത്ത് എന്റെ കയ്യിലേക്ക് ഇട്ട് തന്നു. ഞാൻ ഓടിപ്പോകുമ്പോ നവാസ്ക, ഞാൻ ഡോറ് തുറക്കല് നവാസ്ക എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അത് എന്തൊക്കെ എന്റെ ചെവി മൊത്തം അടഞ്ഞു പോയി. എക്സ്പ്രഷൻ മാത്രം അത്ര ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ ഒരു ഇത് മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓടിയാ കയറിയത്. അതായിരുന്നു ഫസ്റ്റ് ഞങ്ങളുടെ എല്ലാവരും ആദ്യം ഫ്ലവർ കൊടുത്തിട്ടല്ലേ ചീത്ത വിളിച്ചുകൊണ്ടാണ് മുഖത്തെ പല മിന്നി പറയുന്ന ഭാവം കേട്ട് പേടിച്ചു. അന്ന് വെറുപ്പ് തോന്നണ്ടല്ലേ, പിന്നെ എങ്ങനെ ഇഷ്ടം തോന്നി? അല്ല, ഞാൻ കേട്ടില്ലല്ലോ, എന്റെ ചെവി മൊത്തം അടഞ്ഞു പോയില്ലേ. ചോറ്റാനിക്കരയിൽ അദ്ദേഹത്തിന്റെ പ്രകമ്പനം എന്ന സിനിമയിലെ ലാസ്റ്റ് സീനു അഭിനയിച്ചിട്ട് ഹോട്ടൽ റൂമിലേക്ക് വന്നതാണ്. അവിടെ വെച്ചാണല്ലോ ഈ മരണം സംഭവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സീനു അഭിനയിച്ചിട്ട് അദ്ദേഹം വന്നപ്പോ അദ്ദേഹം പോലും കരുതിയിട്ടുണ്ടാവില്ല എന്റെ അവസാന സീനും അവസാന സിനിമയും ഒക്കെ ആകുമെന്ന്. ഒരിക്കലും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പെട്ടെന്നുള്ള ഒരു മരണം
എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നേയില്ല. എന്തായാലും അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മദ്യപാനിയോ അതല്ല ഒരു മറ്റുള്ള ദുശീലങ്ങളോ ഒന്നും ഉള്ള ഒരു മനുഷ്യനല്ല. എല്ലാം ക്ലിയർ ആയിട്ട് നോക്കുന്ന, എക്സസൈസ് ആയാലും നോമ്പ് പിടുത്തം ആയാലും ഒക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ടും ഹൃദയാഘാതമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാലും ഒരുപാട് ന്യൂസുകളിൽ വരുന്നുണ്ട് ഇതിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്നുള്ളത്, ഈ മരണത്തിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്നത്. എന്നാൽ എങ്ങനെയൊക്കെ ആയാലും ഓരോ മലയാളികൾക്കും ഷോകളിലും മിമിക്രി പരിപാടികളിലും റിയാലിറ്റി ഷോകളിലും സിനിമകളിലും ഒക്കെ അങ്ങനെ ഈ വിനോദ മേഖലയിലെ എല്ലാ ഇടങ്ങളിലും തൻ്റെതായ സാന്നിധ്യം കൃത്യമായി അറിയിച്ച് മുന്നോട്ട് പോയ ഒരു കലാകാരനാണ്. 51 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വളരെ ഞെട്ടിപ്പിക്കുന്ന, നേരത്തെ നാദൃശ്യമൊക്കെ നമ്മളോട് വളരെ സങ്കടത്തോടെയാണ്, വളരെ വൈകാരികമായി തന്നെയാണ് സംസാരിച്ചവർക്ക് കൂടുതൽ സംസാരിക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ഏറ്റവും അപ്രതീക്ഷിതമാണ്. കാരണം അത്രയേറെ ആരോഗ്യ ശ്രദ്ധയൊക്കെ പുലർത്തുന്ന ഒരാളായിരുന്നു നവാസ് എന്നാണ് നേരത്തെ നാദൃശ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത. വല്ലാത്തൊരു ഞെട്ടലിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും ഉള്ളത് എന്ന് വ്യക്തമാണ്. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നു. നമുക്കറിയാം സ്റ്റേജ് ഷോകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ നവാസിനെ അത്രയേറെ പരിചിതമാണ് മലയാളികൾക്ക് എല്ലാവർക്കും. നമ്മുടെയൊക്കെ ഒരു കുടുംബത്തിലെ അംഗം എന്നതുപോലെ അത്രയ്ക്കും സുപരിചിതനായ, അല്ലെങ്കിൽ അത്രയും സ്നേഹം തോന്നുന്ന ഒരു കലാകാരനാണ്. ആ കലാകാരൻ്റെ ഇങ്ങനെയൊരു വിയോഗം അത് ഏറെ വേദനിപ്പിക്കുന്നു, നടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇപ്പോൾ ആരൊക്കെയാണ് അവിടെ എത്തിയിട്ടുള്ളത്, എങ്ങോട്ടേക്കാണ് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുക? ദിവേഷ്, കലാഭവൻ നവാസിൻ്റെ ബന്ധുക്കൾ അല്പസമയത്തിനകം ഈ ചോറ്റാനിക്കരയിൽ ആശുപത്രിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ബന്ധുക്കൾ എത്തിയ ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ നടക്കും. അതാണിപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു ഈ വിയോഗ വാർത്തയുടെ ഞെട്ടലിൽ. നമ്മളിവിടെ എത്തുമ്പോൾ മണികണ്ഠൻ പട്ടാമ്പി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അങ്ങേയറ്റം വേദനയോടെയാണ് അദ്ദേഹം കലാഭവൻ നവാസിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലേക്ക് പോലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എത്തിയിട്ടില്ല. ഷാജോൺ, അതോടൊപ്പം തന്നെ കലാഭവൻ പ്രസാദ്, ലക്ഷ്മിപ്രിയ, പിഷാരടി അടക്കം നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. സരയു അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മിമിക്രിയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വരുമ്പം അത് വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റുമോ? ചുമയാണ് ഒരു ആളുടെ പ്രധാന ഒരു പ്ലസ് സാധനം. നിർത്തി, വീട് വഴി നിർത്തി. സിഗരറ്റാണ്, ഇത്ര കുഴപ്പമില്ല. പാടോ വെള്ളോ എവിടെ?